പൊന്നോ, മോളെ പൊന്നോ. എന്തോ പൊന്നോ. എന്തോ ആ വെല്ലിച്ച, മോൾ ഉറങ്ങായിരുന്നോ? രാത്രി ട്രെയിനിലാ വന്നത്. വലിയ തിരക്കായിരുന്നു. ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റിയില്ല. മോൾ എന്തെങ്കിലും കഴിച്ചോ? ആ കഴിച്ചു. പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടിയോ? കിട്ടും വെല്ലിച്ച, നന്നായി എഴുതിയിട്ടുണ്ട്. ആ, എനിക്കറിയാം. എൻ്റെ കുഞ്ഞ് കളക്ടറായിട്ട് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. ഒന്ന് പോ വെല്ലിച്ച, കൊറേ നാളുകൂടി വെല്ലിച്ചന്റെ കൂടെ ഒന്ന് ജീവിക്കണം. എൻ്റെ പൊന്നോൻ്റെ ഒരു പൂതി. മോള് പോയി കിടന്നുറങ്ങിക്കോ. മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. ശരി വെല്ലിച്ച. ആ, രാമേട്ടാ, ഇതൊന്ന് കാച്ചി തരണല്ലോ. ആ, നാളെ കുറച്ച് വാഴപ്പണിയുണ്ട്. നല്ല പണി തിരക്കാ. ഇവിടെ നല്ല തിരക്കാണല്ലോ മോളെ. കുറച്ച് പണി തീരാനുണ്ട്. സ്വന്തം കുറച്ച് പണി തീർത്തിട്ട് വേണം അരി മേടിക്കാനുള്ള പണിക്ക് പുറത്തു പോകാൻ. വീട്ടിലെ കാര്യം രാമചേട്ടൻ അറിയാലോ. അവൻ പണിക്കൊന്നും പോണില്ലേ? പണിയും കുറവാ. വല്ലപ്പോഴും കിട്ടിയാ വീട്ടില് എത്തൂല. എല്ലാം എനിക്കറിയാം മോളെ. മോൾ എന്തോരാ കഷ്ടപ്പെടണേ. രാത്രി എത്ര വയ്യാലും ഞാൻ കാച്ചി വെച്ചേക്കാം. മോള് കാലത്ത് തന്നെ വന്ന് എടുത്തോണ്ട് വരിക. ശരി ചേട്ടാ. ആ, അല്ല, ഇതാരോ പാറുവാണല്ലോ. ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ മറന്നോ? ഞങ്ങൾ രണ്ടുപേരും മോളുടെ വീട് വരെ ഒന്ന് പോയതാ. എന്നിട്ട് മാധവൻ എന്തി? വരുന്ന വഴി ആരോ പരിചയക്കാരെ കണ്ട് വർത്തമാനം പറഞ്ഞു നിൽക്കുക. പൊന്നുന്റെ പഠിപ്പ് കഴിഞ്ഞില്ലേ? ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ച് വന്നതാ. നമ്മുടെ തമ്പിമോന് വയസ്സ് 25 ഇപ്പൊ അവന് സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പും ഉണ്ട്. അവനൊരു കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ? അവൻ മിടുക്കനല്ലേ. നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കണം. നമ്മുടെ പൊന്നുവിനെ അങ്ങോട്ട് ആലോചിച്ചാലോ ചേട്ടാ? നീ എന്തറിഞ്ഞിട്ടാ പാറു പറയണത്? അല്ലെങ്കിലും അവന്റെ മുറപ്പെണ്ണല്ലേ. അവളെ കളക്ടർ പരീക്ഷ എഴുതിയിരിക്കണ്. അവള് പാസ്സാവുകയും ചെയ്യും. നിന്റെ മോൻ എന്ത് പഠിപ്പുണ്ട്? വേറെ 8ാം തരം. അവനെ വീട്ടുപണി എടുക്കണ ഏതെങ്കിലും പെങ്കൊച്ചിനെ കഴിച്ചു കൊടുക്കും. അവൻ ആള് നല്ലവനാ. ഞാൻ കളിയാക്കിയതൊന്നും അല്ലാട്ടോ. ചേരുമ്പടി ചേരണ്ട പാറു. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ആ, ശാലിനി എവിടേക്കാ? ഞാൻ ജെസ്സിയുടെ വീട് വരെ പോണു. എന്നാ കേറിക്കോ, ഞാൻ ആ വഴിക്കാ. ഇല്ല, വേണ്ട. വലിയച്ഛന് വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല. അന്ന് നമുക്കൊരു ജ്യൂസ് കഴിച്ചാലോ? വേണ്ട. എന്നേ പോകട്ടെ. ആ.
ആ ഒരു കുപ്പി കള്ള് തന്നേ. ആ നാടൻ തന്നെ എടുത്തോട്ടോ. ഓ ഇന്ന് നല്ല പുറമണിയായിരുന്നു തോന്നണേ അല്ലേ? മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ആ വറീദാപ്പളുടെ വണ്ടിക്കാളയ്ക്ക് ലാടനടിക്കാൻ പോയതാ. ഓ അവശതയായിപ്പോയി. ഈ പണിക്ക് രാമചന്ദ്രനല്ലാതെ വേറെ ഉള്ളത്? സമ്മതിക്കണം. ആ ആ തൂമ്പ പിക്കാസ് വാക്കത്തിയൊക്കെ കാച്ചിത്തരാൻ രാമങ്ങലിനെ കഴിഞ്ഞിട്ടാ വേറെ ആളുള്ളൂ. ഇവരുടെ തലമുറയും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് ചെയ്യുമെന്നാ ഞങ്ങളൊക്കെ ആലോചിക്കണേ. എന്റെ പേർക്ക് ഒരു ഗ്ലാസ് കള്ളടിച്ചാലോ? വേണ്ട മോനെ, ഇത് തന്നെ ധാരാളാ. മോളെ പലഹാരം തോളെ 4 പരിപ്പട വന്നേരെ. ഇന്ന് മോള് വീട്ടിലുണ്ട് അല്ലേ രാമേട്ടാ? പൊന്നു വീട്ടിലുണ്ട്. താനെന്താടോ ഞാൻ 2 തൂമ്പ കൊടുത്തു വിട്ടിട്ട് തല്ലിത്തരാഞ്ഞ്? ഞാൻ പണിയെടുത്താലേ എനിക്ക് കാശ് കിട്ടണം. ഞാൻ പിന്നെ ചാമയ തരണത്? എനിക്കൊരു തൂമ്പ കാശിയാ 100 രൂപ കിട്ടണം. സാർ ഈ 50 രൂപ വന്നാ അതിന് വേറെ ആളെ നോക്കിയാൽ മതി. ഓ നീ എന്ത് പണിക്കാരനാ, മൊട്ടയില്ലാത്തവൻ. എനിക്ക് മുട്ടയില്ല. താൻ ഈ വയസ്സുകാലത്ത് വാട്ടത്തേങ്ങയും തെങ്ങുംപടലും കൊടുത്ത് ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ ഞാൻ ഒന്നും പറയണില്ല. ഈ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. മര്യാദ പറഞ്ഞില്ലെങ്കിൽ നിന്റെ തല ഞാൻ തല്ലിപ്പൊട്ടിക്കും. ഇങ്ങ് വാടോ, തൻ്റെ മറ്റോടത്ത് ഞാൻ ലാടം കിട്ടും. എല്ലാം ഈ സഞ്ചിയിലുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. തന്നെ മാട്ടേന്ന് വിളിക്കണവനെ മുമ്പ് തരണം. മോളെ ആ പൊതി തന്നേ. പിള്ളേരുടെ അരിയും ഗോതമ്പും കട്ട് കള്ളുടിക്കുന്നവൻ. ഏരണം കേട്ടവൻ. മാഷ് കൊടുത്തു വാങ്ങിയതല്ലേ? ഇന്ന് 50 രൂപ കൊടുത്താൽ ആരെങ്കിലും തുമ്പ തല്ലി തരുമോ? അദ്ദേഹത്തിന് 89 വയസ്സുള്ളപ്പോ പിള്ളേരൊരുമിച്ച് ചെറിയിൽ കുളിക്കാൻ പോയതാ. ഒരു കുറ്റി കൊണ്ട് അദ്ദേഹത്തിന്റെ ലിംഗം മുറിഞ്ഞുപോയി. അന്ന് മരിക്കേണ്ടതാ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ. അനിയന്റെ ഭാര്യ മരിച്ചപ്പോഴേ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതിന് 3 വയസ്സുള്ളപ്പോഴേ ഈ രാമേണ്ണനെ ഏൽപ്പിച്ചു പോയതാ. മാഷിനെ അറിയാമോ? ഇന്ന് ആ കുട്ടിയുണ്ടല്ല IAS എഴുതിയിരിക്കണേ. കിട്ടും കിട്ടും, ഇപ്പൊ കിട്ടും, മൊട്ട കിട്ടും. മോളെ എന്തിരിപ്പായിരിക്കണേ? കുളിച്ച് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. വല്ലിച്ചനെ പ്രയാസപ്പെടുത്തല്ലേ. വന്നത് വന്നു. നമുക്കാരാ ചോദിക്കാനും പറയാനുള്ളത്? അവനെ പറ്റി നമ്മൾ അന്വേഷിച്ചു. വളരെ മോശം അഭിപ്രായമാണ്. ഒരു വകയും പഠിക്കില്ല. ഈ യൂണിയൻ പ്രവർത്തനവും ഗുണ്ടായസൊക്കെ ആയിട്ട് നടക്കണവനാ. അവൻ പഠിച്ചില്ലെങ്കിലും അവന് PhD ഒക്കെ കിട്ടും. മോൾക്ക് 3 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. മോൻ്റെ അച്ഛൻ വേറൊരു പെണ്ണിനെ കൊണ്ട് നാട് വിട്ടു. മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. വെല്ലിച്ചൻ തന്നില്ല. മോക്കൊരു നീരൊഴിച്ച വന്നാൽ പോലും ആ മനുഷ്യൻ സഹിക്കില്ല. ഈ വിവരം അറിഞ്ഞാൽ അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കും.
അമ്മാവാ, ഞാൻ മരിക്കാനൊന്നും പോകുന്നില്ല. ഉം, എന്നെങ്കിലും ഞാൻ അവനോട് പകരം വീട്ടും. ഉം. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത എന്റെ വെല്ലിച്ചൻ ജീവിച്ചിരിക്കില്ല. ഉം. ഈ വിവരം വല്യച്ഛനോട് പറയണ്ടേ? ആ മനുഷ്യൻ ഒന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ മൂകത കാരണം ആഹാരം പോലും കഴിക്കുന്നില്ല. എങ്ങനെ പറയും, പറയാതിരിക്കും. ഉം, നിങ്ങളൊന്ന് സൂചിപ്പിച്ചേരെ. ഉം, ഉം. അവളെന്താ പറഞ്ഞേ? ഞാനെങ്ങനെയത് അളിയനോട് പറയും? നമ്മുടെ പൊന്നു മോൾക്ക് ഒരു ചതിവ് പറ്റി. അവൾ കോളേജിൽ ടീച്ചറെ കാണാൻ പോയിട്ട് വരുമ്പോ വിദ്യാർത്ഥി നേതാവും 2 പെൺകുട്ടികളും അവിടെ നിൽപ്പുണ്ടായിരുന്നു. കണ്ടപാടെ അവർ പൊന്നുവിനെ കെട്ടിപ്പിടിച്ച് റാങ്ക് കിട്ടിയതിന് അനുമോദിക്കുകയും ബലമായി ആ പെൺകുട്ടികൾ ഒരു ഐസ്ക്രീം പാർലറിലേക്ക് പിടിച്ചു കയറ്റുകയും ബലമായി ജ്യൂസ് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പൊന്നുവിന് കൊടുത്ത ജ്യൂസിൽ മയക്കുമരുന്നുണ്ടായിരുന്നു. കുടിച്ച പാടെ അവൾ മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ വിദ്യാർത്ഥി നേതാവ് പൊന്നുവിനെ നശിപ്പിച്ചു. പൊന്നു ചതിച്ചോവൻ എന്നെ ചതിച്ചോ? ചേട്ടാ